ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കോഴിക്കോട് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി വാഴ്ത്തപ്പെട്ട ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ തത്സമയം ചേരുന്നു ഈ ഓശാന ഞായർ ദിവസം നമുക്കൊപ്പം. നമസ്കാരം ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. ഇന്നത്തെ ദിവസം സന്തോഷമുള്ളൊരു ദിവസം, ഓശാന ഞായറാണ്. രക്ഷിക്കണേ എന്ന് വിശ്വാസികൾ എല്ലാവരും പ്രാർത്ഥനയോടുകൂടിയുള്ള ദിവസമാണ്. കുരുത്തോല പെരുന്നാളാണ്. വലിയ വിശ്വാസികൾക്ക് പ്രാധാന്യമുള്ള ദിവസമാണ്. പിതാവുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് രൂപത അതിരൂപതയായി തീർന്നു എന്നുള്ള ഒരു ഇരട്ടി മധുരത്തിലാണ്. മാത്രവുമല്ല, അങ്ങേക്ക് ആർച്ച് ബിഷപ്പ് പദവി കിട്ടിയ ദിവസമാണ്. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ സംസാരിക്കുന്നത്. ലത്തീൻ സഭയുടെ മൂന്നാമത്തെ അതിരൂപതയായി കോഴിക്കോട് അതിരൂപത വരുന്നു എന്നൊരു ഇരട്ടി മധുരം കൂടിയുണ്ടല്ലേ ഇന്നത്തെ ഓശാന ഞായറിന്. പ്രത്യേകിച്ച് അങ്ങ് ആർച്ച് ബിഷപ്പായി വാഴ്ത്തപ്പെട്ടതിൽ വിസ്മയങ്ങളുടെ ദൈവം സ്വന്തം ജീവിതത്തിൽ വന്നു എന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. ഇങ്ങനെയൊരു ഓശാന ഞായർ, ഇങ്ങനെയൊരു കുരുത്തോല പെരുന്നാൾ, ഈ ഒരു വിശുദ്ധ വാരം അങ്ങയെ സംബന്ധിച്ച് സ്വപ്നതുല്യമായിരിക്കുമല്ലോ അല്ലേ? ഹലോ അരുൺ. കേൾക്കാം. എന്നെ കേൾക്കുന്നുണ്ടോ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ? അങ്ങ് പിതാവ് കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട് അരുണിനെ, ഞാൻ കേൾക്കുന്നുണ്ട്. ഓക്കെ. അരുൺ വളരെ പോസിറ്റീവായിട്ട് ഇതിനെടുത്ത് പ്രത്യേകം പറഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. സന്തോഷം. തീർച്ചയായിട്ടും കോഴിക്കോട് രൂപത അതിരൂപതയാകുമ്പോൾ അത് ചരിത്രത്തിലേക്ക് കയറുകയാണ്. ഇനി ഈ സഭയുള്ള കാലത്തോളം ഈ രൂപത അതിരൂപതയായി നിലകൊള്ളും. പക്ഷെ എന്നെ അതിരൂപത മെത്രാപ്പോലിത്ത ആക്കിയിട്ടുണ്ട്. അത് നമ്മൾക്ക് ഇത്ര കാലം നമ്മളെ പ്രായം തികയുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കേണ്ടി വരും. അതിന് വേറെ ആളുകൾ വരും. പക്ഷെ രൂപത ഒരു ചരിത്രത്തിലെ ഒരു സംഭവമായി തീരും. അതും ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ ദൈവം വിസ്മയങ്ങളുടെ ദൈവമാണ്. ആ ദൈവം എൻ്റെ മുമ്പിലേക്ക് പലതരത്തിൽ സമ്മാനങ്ങളുമായിട്ട് വരുന്നു. ഇതെനിക്ക് തന്ന ഒരു വലിയ സമ്മാനമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കോഴിക്കോട് രൂപതയ്ക്ക് തന്ന സമ്മാനമായിട്ട് കണക്കാക്കുന്നു. ഞങ്ങളുടെ ജനങ്ങൾക്ക് തന്ന സമ്മാനമായിട്ട് കണക്കാക്കുന്നു. തീർച്ചയായിട്ടും സന്തോഷം. പ്രത്യേകിച്ച് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. പിതാവ് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം കൂടി ആലോചിച്ചത്. 100 വർഷം പൂർത്തിയാക്കിയ ഒരു സഭയാണല്ലോ. അപ്പോൾ അതിനുശേഷം പ്രത്യേകിച്ച് രൂപതയാണല്ലോ. അപ്പോൾ അതിരൂപത പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതോടുകൂടി കോഴിക്കോട്ടുള്ള വിശ്വാസികൾക്കും ഈ ഈസ്റ്റർ കാലം, ഈ ഓശാന ഞായർ വളരെ അവിസ്മരണീയമായിരിക്കുമെന്നത് ഉറപ്പാണ്. മാത്രമല്ല, അങ്ങയുടെ വ്യക്തിജീവിതത്തിലും ഒരു ബിഷപ്പ് എന്ന നിലയിൽ, വൈദികൻ എന്ന നിലയിൽ ഞാൻ അങ്ങയുടെ ലഘുചരിത്രം പരിശോധിച്ചപ്പോഴാണ്, ദീർഘമായ ചരിത്രമാണ്, അങ്ങേക്ക് ചരിത്രത്തിലും അതേപോലെ വൈദിക പഠനത്തിലും ഒക്കെ ബിരുദാനന്തര ബിരുദവും അക്കാദമിക്കായിട്ടുള്ള സാന്നിധ്യവും ഒക്കെയുണ്ട്. ഇപ്പോൾ ആർച്ച് ബിഷപ്പായിട്ട് വരുന്ന സമയത്ത് എന്താണ് ശരിക്കും അങ്ങയുടെ മനസ്സിൽ ഉള്ളത്, തോന്നുന്നത് എന്താണ്? കാരണം ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെയാണല്ലോ ലളിതമായി തുടങ്ങി ഇപ്പോൾ ഒരു അതിരൂപതയുടെ മെത്രോപ്പൊലിത്തയായി ആർച്ച് ബിഷപ്പായിട്ട് വരുന്നു. അപ്പോൾ ജീവിതത്തിലെ ഈ മാറ്റങ്ങളെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ? ഈ മാറ്റങ്ങളൊക്കെ ഞാൻ കാണുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളായിട്ടാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എന്നെ സഹായിക്കുന്ന, എന്നെ കെയർ ചെയ്യുന്ന ധാരാളം പേര് ഈ ലോകത്തിലുണ്ട് എന്നുള്ളൊരു അറിവിലേക്ക് എന്നെ അത് കൊണ്ടുപോവുകയാണ്. അതെന്നെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം, ഞാൻ എളിമയോടുകൂടി വിനയത്തോടുകൂടി ജീവിക്കണമെന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ലോകത്തെ രക്ഷിക്കാനും നമ്മളെ തന്നെ രക്ഷിക്കാനൊക്കെ പറ്റിയ ഏറ്റവും വലിയ തത്വശാസ്ത്രം ചെറുതാകലിൻ്റെ തത്വശാസ്ത്രമാണ്. ശരിക്കും പറഞ്ഞാൽ യേശു പിറന്നത് ബെത്ലഹേമിലാണ്. ബെത്ലഹേം ദൈവം കുനിഞ്ഞ സ്ഥലമാണ്, ദൈവം ചെറുതായ സ്ഥലമാണ്, ദൈവം വിട്ടുകൊടുത്ത സ്ഥലമാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ സമൂഹത്തിൽ ഈ ചെറുതാകുന്ന, ഈ വിട്ടുകൊടുക്കുന്ന സംസ്കാരം നമ്മൾ വളർത്തിക്കൊണ്ട് വരണം. അതാണ് അത്യാവശ്യമായിട്ടുള്ളത്. അതിനൊക്കെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മനോഹരമായ സന്ദേശമാണ്. കാരണം ചെറുതാണ് മനോഹരം, സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് ഷൂമാക്കർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ചെറുതാകും തോറും അത്രമേൽ ഉയർത്തപ്പെടുന്നു എന്നുള്ളതാണ് ഈ സന്ദേശം.
അത് മനോഹരമായൊരു സന്ദേശമാണ്. ഇന്നത്തെ ദിവസം വിശ്വാസികളും ഇനി വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നവരും അടുത്ത് നിൽക്കുന്നവരും എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാൻ പറ്റിയൊരു പാഠമാണ്. ഞാൻ ബിഷപ്പ് മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കാരണം വളരെ കലുഷിതമായൊരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പല വിഷയങ്ങൾ കൊണ്ട് നമ്മൾ കലുഷിതരാണ്. നമ്മളിലെ മനുഷ്യത്വമില്ലാതെ പോകുന്നു. വയലൻസിൻ്റെ കാഴ്ചകൾ കാണുന്നു. ലോകമെമ്പാടും പലസ്തീൻ ഇസ്രായേൽ വിഷയമാണെങ്കിലും ശരി, ഉക്രൈൻ റഷ്യ വിഷയമാണെങ്കിലും ശരി, അന്തർദേശീയ രംഗത്ത് നമ്മുടെ നാട്ടിലൊക്കെ വല്ലാതെ ഹിംസാത്മകമാകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു കാലത്ത് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു അക്കാദമിക് വിദഗ്ധൻ കൂടിയാണല്ലോ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, ഇടയ്ക്ക് ചെറിയ ശബ്ദ തടസ്സമുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. ഞാൻ ചോദിച്ചു വന്നത് ഇടയ്ക്ക് ചെറിയ ശബ്ദ തടസ്സമുണ്ടായിരുന്നു. എങ്കിലും അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഹിംസാത്മകമായൊരു കാലത്ത് നമ്മൾ സമാധാനത്തിന്റെ ഉയിർപ്പിനെ എങ്ങനെ സ്വപ്നം കാണും ബിഷപ്പ്? അരുൺ പറഞ്ഞത് വളരെ സത്യമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാൾസ് ഡിക്കൻസ് ഒരിക്കൽ പറഞ്ഞു, ദാറ്റ് വാസ് ദി ബെസ്റ്റ് ഓഫ് ഓൾ ടൈംസ്. പിന്നത്തെ സെന്റൻസ് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ദാറ്റ് വാസ് ദി വേഴ്സ്റ്റ് ഓഫ് ഓൾ ടൈംസ്. അത് ഏറ്റവും നല്ല കാലമായിരുന്നു, ഏറ്റവും ചീത്ത കാലമായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇതൊക്കെ നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഞാൻ അരുൺ പറഞ്ഞ ഒരു കാര്യത്തിൽ, ഹിംസാത്മകത, അനീതി, അക്രമം, അതുപോലെ കാര്യങ്ങളൊക്കെ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അത് നിർത്തലാക്കാനായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ ഞാനും അതുപോലെ എന്നെപ്പോലെയുള്ളവരൊക്കെ, അതായത് രാഷ്ട്രീയത്തിലും മത നേതൃത്വ സ്ഥാനത്തും സാംസ്കാരിക തലത്തിലൊക്കെ പ്രവർത്തിക്കുമെന്നവർ രംഗത്ത് വന്ന് സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ സന്ദേശം ലോകത്തിന് കൊടുക്കാൻ, പ്രത്യേകിച്ച് എല്ലാവർക്കും കൊടുക്കാനായിട്ട് കഴിയണം. അത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ ലോകം അക്രമങ്ങളിൽ നിന്ന് അക്രമങ്ങളിലേക്ക്, ഹിംസയിൽ നിന്ന് ഹിംസയിലേക്കൊക്കെ കാര്യപ്പോകും എന്നുള്ള കാര്യത്തിൽ ഒട്ടും തന്നെ സംശയമില്ല. നമ്മുടെ ഇവിടെ ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കൂടിക്കൊണ്ടുവരുന്നു. പക്ഷേ ഇതിനെയൊക്കെ ഞാൻ കാണുന്നത് ഇതും മാറിപ്പോകും എന്നുള്ളതാണ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കും, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ ദൈവം ചരിത്രത്തിൽ എപ്പോഴും ഇടപെട്ടിട്ടുണ്ട്. അത് ഇടപെട്ട് എല്ലാം മാറ്റിത്തരും എന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാനൊക്കെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരം വളർത്താൻ വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് വാഗ്ദാനം ചെയ്യുകയാണ്. വളരെ സന്തോഷകരമായ അങ്ങനെ എല്ലാവരും പ്രവർത്തിച്ചാൽ നമ്മുടെ രാജ്യത്തെ പിതാവ് പൂർത്തിയാക്കിക്കോളൂ. അല്ല, ഞാൻ പറഞ്ഞു വന്നതാണ്, അതായത് നമ്മൾ ഇന്ന് വളർത്തേണ്ടത് ഈ സ്നേഹത്തിൻ്റെ സംസ്കാരമാണ്, സ്നേഹത്തിൻ്റെ നാഗരികത. ആരാ പറയുണ്ടായി? എ സിവിലൈസേഷൻ ഓഫ് ലവ്, എ കൾച്ചർ ഓഫ് ലവ്. അതാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. സാമ്പത്തിക പുരോഗതിയും മറ്റെല്ലാ പുരോഗതിയും ആവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യനെ അംഗീകരിക്കാൻ, മനുഷ്യനെ സ്നേഹിക്കാൻ, മനുഷ്യൻ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന് വിചാരിക്കാനുള്ള കഴിവ് ഓരോ മനുഷ്യനും ഉണ്ടാകണം. എല്ലാവരെയും ഉൾക്കൊള്ളണം, എല്ലാവരെയും സ്വീകരിക്കണം, എല്ലാവരെയും ആലിംഗനം ചെയ്യണം. ആ മനോഭാവം, വലിയ സന്ദേശമാണ്. മനോഭാവം വളർത്താൻ നമുക്ക് സാധിക്കും. മീഡിയയ്ക്ക് വലിയ സന്ദേശമാണ് ബിഷപ്പ്. ഒരു കാര്യം കൂടി ബിഷപ്പ് പറഞ്ഞപ്പോഴാണ്, പ്രാർത്ഥിക്കാൻ ബിഷപ്പിന് സാധിക്കും, സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കാൻ ബിഷപ്പിനും അതേപോലെ വിശ്വാസികൾക്കും സാധിക്കും. എന്നാൽ ചിലരൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ചില വിഷയങ്ങളോട് പല ബിഷപ്പുമാരും പ്രതികരിച്ച രീതി താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇപ്പോൾ ഒരു ക്രൈസ്തവ സഭകൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ സംഘടനയുടെ രൂപീകരണത്തിലൂടെ പ്രവർത്തിക്കണമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? നേരിട്ട് ചോദിച്ചാൽ, ക്രൈസ്തവ സഭകൾ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ടോ? അത് ചെയ്യുന്നത് ശരിയാണോ? നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയിലേക്ക് വന്നിട്ടില്ല. അതൊക്കെ ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. എല്ലാ മെത്രാന്മാരും അതുപോലെ വൈദികർ, സന്യസ്തർ, ജനങ്ങൾ, അല്ലാതെ കുറച്ച് ആളുകൾ തീരുമാനിക്കേണ്ട കാര്യമില്ല. ഇത്
നമ്മുടെ ഒരു ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. കാരണം അദ്ദേഹം അനുഭവിക്കുന്ന വേദനകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, അദ്ദേഹത്തിന് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് അദ്ദേഹം പറഞ്ഞത് വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്നുള്ളത്. പക്ഷേ അതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ഇതുവരെയും ഞാനോ അതുപോലെ മറ്റുള്ളവരോ ഒന്നും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. നമുക്ക് ഈ കൂടുതൽ ആലോചന വേണം. നമ്മളെപ്പോലെയുള്ളവർക്ക് പറഞ്ഞോ കൂടുതൽ ആലോചന വേണം. ആലോചന വേണം. ആലോചിക്കാതെ നമുക്കൊന്നും അതെ 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 അത് ആവശ്യമാണ്. അത് ആവശ്യമാണ്. കൂട്ടായ തീരുമാനത്തിലേക്ക് കൂട്ടായി വരണം. ബിഷപ്പ്, നമ്മൾ ജീവിക്കുന്ന പറഞ്ഞോളൂ. ലോക സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എത്തിയാലും ക്രൈസ്തവ വിശ്വാസികളാണെങ്കിലും അവരൊക്കെ പലയിടങ്ങളിലും പല വെല്ലുവിളികളും നേരിടുന്നുണ്ട്. അതിനിടയിലാണ് നമ്മളുടെ ഇടയിൽ തന്നെ ഭിന്നിപ്പിക്കാൻ പലരും, അതാരാവട്ടെ, പലരും നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പും അതിനെതിരെയുള്ളൊരു ജാഗ്രതയും ഈ കാലത്തിൻ്റെ ആവശ്യമല്ലേ? ഒരുപാട് പേര് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് പല വിഷയങ്ങളിൽ. ഇപ്പോൾ പുറത്തു വന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലാണെങ്കിലും ശരി, മുനമ്പത്തെ വിഷയമാണെങ്കിലും ശരി, ചർച്ച് ബില്ലാണെങ്കിലും ശരി, മണിപ്പൂരിലെ വിഷയമാണെങ്കിലും ശരി, ഇപ്പോൾ ക്രൈസ്തവ സ്വത്തിനെക്കുറിച്ചുള്ള ലേഖനങ്ങളാണെങ്കിലും ശരി, പലതരത്തിലുള്ള ഭിന്നിപ്പിക്കലുകളും ഒക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. നമ്മൾ അതിനെതിരെ എങ്ങനെ പ്രതിരോധം തീർക്കും? എങ്ങനെ ജാഗ്രത വർദ്ധിപ്പിക്കും ആർച്ച് ബിഷപ്പ്? അരുൺ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ വളരെ വിവേകത്തോടുകൂടി ജീവിക്കണം, പ്രവർത്തിക്കണം എന്നുള്ളതാണ്. പലരും പലതും പറയും, അത് നെല്ലും പതിരുമൊക്കെ ഉണ്ടാകും. അതിൽ നല്ലത് മാത്രം എടുത്തുകൊണ്ട് നമ്മൾ സ്വാംശീകരിച്ച് സമൂഹത്തെ എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ കുറച്ച് ആളുകൾ കുറച്ച് ആശയങ്ങൾ പറയുന്നു, കുറച്ച് ആദർശങ്ങൾ പറയുന്നു, അതൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഈ വലുതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിത്തീരും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എല്ലാ കാര്യങ്ങളും വിവേകത്തോടുകൂടി വളരെ പ്രൂഡൻ്റായിട്ട് പഠിക്കാനും ചിന്തിക്കാനും ഞങ്ങൾക്ക് മതനേതാക്കൾക്ക് കഴിയണം, രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയണം, നിങ്ങളെപ്പോലെയുള്ള മീഡിയ പ്രവർത്തകർക്ക് കഴിയണം. അല്ലാതെ ഈ പറയുന്ന മുഴുവൻ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് അരുൺ പറഞ്ഞതുപോലെ ഒരു കലാപം സൃഷ്ടിക്കാൻ, പരസ്പരം എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംസ്കാരം വളർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചില ശക്തികളൊക്കെ ഉണ്ട്. ആ ശക്തികളെ നമ്മൾ തിരിച്ചറിയണം. അതിനെ നമ്മൾ പറയുന്നത് ഒരു സാത്താൻ്റെ അധികാരമാണെന്ന് പറയും. ആ സാത്താന്മാരുടെ പ്രവർത്തനത്തിൽ നമ്മൾ കൂട്ടുകൂടേണ്ട ആവശ്യമില്ല. നമ്മൾ സ്നേഹത്തിൻ്റെ വളർച്ചയ്ക്ക്, സ്നേഹത്തിൻ്റെ സംസ്കാരം വളർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. താങ്ക് യു ഫാദർ. ഞാൻ കൂടുതൽ രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങേ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം അങ്ങ് എന്തു പറഞ്ഞാലും അത് വലിയ രാഷ്ട്രീയ വാർത്തയായി മാറുകയും ചെയ്യും, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ. അങ്ങയുടെ ആ സന്ദേശത്തിൻ്റെ സൗന്ദര്യം ഞാൻ കളയുന്നില്ല. പക്ഷേ അങ്ങ് പറയാനുള്ളത് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ കരുതിയിരിക്കണം, സാത്താന്മാരോടൊപ്പം കൂട്ടുചേരാനില്ല എന്ന് അങ്ങ് പറഞ്ഞതിൽ എല്ലാ രാഷ്ട്രീയാർത്ഥങ്ങളുമുണ്ട്, എല്ലാ സാമുദായിക അർത്ഥങ്ങളുമുണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നന്ദി ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. ഗംഭീരമായി പ്രവർത്തിക്കാൻ കഴിയട്ടെ. അങ്ങ് പറഞ്ഞതുപോലെ ചെറുതായി നമുക്ക് വലിയവരാകാൻ ശ്രമിക്കാം. അതിന് അങ്ങയെപ്പോലുള്ളവരുടെ നേതൃത്വം സഹായിക്കുമെന്നത് ഉറപ്പാണ്. വീണ്ടും നമുക്ക് കാണാം ഫാദർ. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.